നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും അമ്മ ഇപ്പോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടാവും. ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് നമ്മള് ഹർഷൻ അങ്കിളിന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന്. പിന്നാലെ അല്ല, പിന്നെ തന്നെ ഉണ്ടെന്ന് പറയാം. എന്നെ ആക്സിഡന്റ് ആയ സ്ഥലത്ത് നിന്നും അയാളുടെ കാറിലേക്ക് എന്നെ കയറ്റുമ്പോ ഞാൻ അയാളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടത്. അത് ഹർഷൻ തന്നെയാ. കാർത്തിക സ്നേഹിച്ചിരുന്ന ആള്. കാർത്തിക ഈ ഹർഷനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് ചാടിപ്പോന്നത്. അല്ല കുഞ്ഞിച്ചി, ഇനി കുഞ്ഞിച്ചിക്ക് തോന്നിയതോ മറ്റോ ആണെങ്കിലോ? ഹർഷനെ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി 24 മണിക്കൂറും അയാളുടെ ഫോട്ടോയും കൊണ്ട് ഓടുന്ന എനിക്ക് ഒറ്റ നോട്ടത്തിൽ അയാളെ തിരിച്ചറിയാൻ പറ്റും. ശരിയാ, നിങ്ങളെ കൊണ്ടുവന്ന ആളിന്റെ പേര് ഹർഷൻ എന്നാ. എന്നിട്ട് അയാളിപ്പോ പുറത്തുണ്ടോ? ഒന്ന് അയാളെ വിളിക്കൂ. അല്പം മുമ്പ് അയാൾ ഇവിടുന്ന് പോയി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ പോകുമെന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടെ ഇരുന്നിരുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? ഈശ്വരൻ കൈവെള്ളയിലേക്ക് കൊണ്ടു തന്നതല്ലേ. ഈ ഓട്ടോ എല്ലാം ഓടിയത് എന്തിനാ ശ്യാമേ? ഹർഷനെ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കാൻ. എന്നിട്ട് എനിക്ക് എത്തിക്കാൻ പറ്റിയോ? ഭാഗ്യമില്ലാത്തവളെ ഞാൻ. വിഷ്ണുവേട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്തുന്നത് മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാ. ഹർഷൻ തൊട്ടു മുന്നിൽ വന്നിട്ടും അയാളോട് സംസാരിക്കാൻ വിധി എന്നെ അനുവദിച്ചോ? ശ്യാമൻ, നമ്മൾ ഇനി എന്ത് ചെയ്യും? കുഞ്ഞിച്ചി സമാധാനമായിട്ടിരിക്കെ. ഇങ്ങനെ ആയിപ്പോയത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വിധിയെന്ന്. ഞാൻ വിഷ്ണുവേട്ടനിലേക്ക് എത്രത്തോളം വേഗത്തിൽ അടുക്കാൻ ശ്രമിക്കുന്നു, അത്രയും വേഗത്തിൽ വിഷ്ണുവേട്ടനെ ഇന്ന് അകറ്റിക്കൊണ്ടിരിക്കുക വിധി. ഈ വിധി തടുക്കാനാവില്ല. ഇപ്പൊ സമയം എത്രയും 11 മണി. 12നും 12:30 ഇടയിലല്ലേ വിവാഹ മുഹൂർത്തം? അതെ. പിന്നെ എങ്ങനെയാ ഞാൻ സമാധാനപ്പെടുക? 1 മണിക്കൂറിനുള്ളിൽ എന്റെയും വിഷ്ണുവേട്ടന്റെയും നടുവിലേക്ക് ഒരാള് കടന്നു വരും, കാർത്തിക. പിന്നെ സ്വാഭാവികമായും എന്റെ സ്ഥാനം അവക്ക്. അതകന്നകന്ന് വിഷ്ണുവേട്ടന്റെ മനസ്സും കഴിഞ്ഞ് വിഷ്ണുവേട്ടന്റെ ചിന്തയിൽ പോലും ഇല്ലാതാവും. കുഞ്ഞിച്ചി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ എളുപ്പം മാറ്റാവുന്നതാണോ കുഞ്ഞിച്ചിയോടുള്ള ഇഷ്ടം? അതൊരു കാർത്തിക വന്നെന്നും പറഞ്ഞ് പെട്ടെന്ന് ഇല്ലാതാവുന്നതാണോ? നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണെന്നറിയാം. കാർത്തികയ്ക്ക് തങ്ങാൻ ഒരിടം, അങ്ങനെ ഒരു യാചനയിലാ അവളാ വീട്ടിലേക്ക് വരുന്നത്. ഇന്ന് അവളാ വീട്ടിലെ മരുമകളുടെ സ്ഥാനത്താ നിൽക്കുന്നത്. വിഷ്ണുവേട്ടന്റെ മനസ്സിൽ അവളില്ലെങ്കിലും സത്യാമ്മയുടെ മനസ്സിൽ അവളുണ്ട്. സത്യാമ്മയിലൂടെ വിഷ്ണുവേട്ടന്റെ മനസ്സ് കീഴടക്കാൻ തന്ത്രശാലിയായ കാർത്തികയ്ക്ക് കഴിയില്ലെന്ന് നമുക്കറിയാം. പക്ഷേ അത് അവൾക്കറിയില്ല. കാരണം അവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്റെ വിഷ്ണുവേട്ടൻ മാത്രം. എല്ലാം അവസാനിപ്പിക്കേണ്ടി വരിക. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞിച്ചി, എനിക്ക് സഹിക്കാൻ വയ്യ. അതെ, നമ്മളിത് എവിടേക്കാ പോകുന്നത്? ഹർഷനങ്ങള് പോകുന്ന സ്ഥലത്തേക്ക് നമ്മളും പോകുന്നു. കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഹർഷനങ്ങളെയും കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നു. കാർത്തിക ആന്റി കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നു. കല്യാണം മുടങ്ങുന്നു. നമ്മൾ വിഷ്ണു അച്ഛനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഓ, പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമായി അല്ലേ സത്യം? എന്തായാലും അമ്മ ഇപ്പോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടാവും. ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് നമ്മള് ഹർഷൻ അങ്കിളിന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന്. പിന്നാലെ അല്ല, പിന്നെ തന്നെ ഉണ്ടെന്ന് പറയാം. എന്റെ കൃഷ്ണ,
എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഇനിയുള്ളത് 55 മിനിറ്റ്. ഇതിനുള്ളിൽ ഹർഷനെ കണ്ടെത്തി സത്യമ്മയ്ക്ക് മുന്നിൽ എത്തിക്കണമെങ്കിൽ എന്തെങ്കിലും മഹാത്ഭുതം സംഭവിക്കണം. മിറാക്കിൾ. അതിനൊട്ടും ചാൻസ് ഇല്ലാത്തതുകൊണ്ട് കണ്ണടച്ച് കിടക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പൊ കിട്ടിയ ആക്സിഡന്റ് വേസ്റ്റ് ആയി പോയെന്നും ഇതിലും ശക്തമായ രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കി തരണേന്നും. ഭഗവാനല്ലേ എന്ത് നടത്തി തരും. ആ ഒരു വിശ്വാസത്തിലാ ഞാനും പറയുന്നേ. എന്ത് നടത്തി തരും, അതുപോലെ ഇതും നടത്തി തരും. ഒരു വഴി അത് അദ്ദേഹം തുറന്നു തരും. നിന്റെ ഫോണിൽ നിന്ന് എനിക്ക് കോള് വരുന്നത്. എന്റെ ഫോണ് പപ്പിമോളുടെ അടുത്താ. ഹലോ പപ്പിമോളെ. സത്യടമ്മേ, ഞങ്ങളിപ്പോ ആരുടെ കാറിലാ പൊയ്ക്കൊണ്ടിരിക്കുന്നറിയാവോ? കാറിലോ? കാറിലോ? അവരൊരു കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിച്ചി, ഞാനതിനവരെ പുറത്തിരുത്തിയിട്ടാണല്ലോ വന്നത്. മക്കളെ, നിങ്ങൾ ആരുടെ കാറിലാ? ഇങ്ങത്താ. അമ്മേ, കാർത്തികായനെ കല്യാണം കഴിക്കാറുന്ന അങ്കിളില്ലേ, ആ അങ്കിളിനെ ഹോസ്പിറ്റലിന്റെ വാതിക്ക് വെച്ച് ഞങ്ങൾ കണ്ടു. ഹർഷനെയോ? ആ അതെ അതെ, ഹർഷൻ അങ്കിളിനെ തന്നെ. ആ ഫോണിന്ന് തന്നെ. സത്യടമ്മേ, വിഷ്ണു അച്ഛന്റെയും കാർത്തികാന്റിയുടെയും കല്യാണം മുടക്കാൻ അങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? ഞങ്ങള് പറഞ്ഞു കൊണ്ടുവരാം. എന്തൊക്കെയാ മക്കളെ നിങ്ങളീ കാണിക്കുന്നത്? കല്യാണം മുടക്കാൻ വേണ്ടിയല്ലേ? സത്യടമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങളല്ലാതെ ആരാ ഇതൊക്കെ ചെയ്യാ? മക്കള് പെട്ടെന്ന് ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇങ്ങിട്ടുക. ചേച്ചമ്മ വന്നോളാം. ശരി സത്യടമ്മേ, ദേ ഇപ്പൊ ഇടാം. കുഞ്ഞിച്ചി, കുഞ്ഞിച്ചി എന്താ? കുഞ്ഞിച്ചി, അവര് ആരുടെ കൂടെ കാറി പോകുന്നെന്നാ പറഞ്ഞേ? മോളെ, നീ പറഞ്ഞതുപോലെ കൃഷ്ണ ഭഗവാൻ കാത്തു. കുട്ടികള് ഹർഷനൊപ്പം കാറിലുണ്ട്. സത്യ ലൊക്കേഷൻ ഇട്ടു കൊടുത്തിട്ടുണ്ട്. സത്യടമ്മ ഇപ്പൊ വരും. കല്യാണം മുടക്കാൻ എന്നേക്കാൾ മുമ്പ് എന്റെ മക്കളാ, അല്ല നമ്മുടെ മക്കളാ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കുഞ്ഞിച്ചി, ഇത് എവിടെ പോവാ? നീ വീട്ടിലേക്ക് ചെല്ല. ഞാൻ ഹർഷനെയും കുട്ടികളെയും കൂട്ടി കല്യാണ മണ്ഡപത്തിൽ വരും. 40 മിനിറ്റ്. ഈശ്വരന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ ഇത് 400 മിനിറ്റിന്റെ ഫലം ചെയ്യും. ഹർഷനെയും കൊണ്ട് ഞാൻ വന്നിരിക്കും. നീ വാ. കുഞ്ഞിച്ചി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.